ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് തന്നെ പുറത്തുവിടാനാണ് തീരുമാനം. റിപ്പോർട്ട് തടയണമെന്നാവശ്യപ്പെട്ട നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണിത്. ഹർജിയിൽ സിംഗിൾ ബെഞ്ച് വൈകിട്ട് 3 മണിക്ക് വിധി പറയും. വൈകിട്ട് 5-നകം റിപ്പോർട്ട് പുറത്തുവിടും എന്ന് സാംസ്കാരിക വകുപ്പ് അപേക്ഷകരെ ഇമെയിൽ മുഖാന്തരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തകൃഷ്ണൻ, ഈ സാധാരണ ഒരു കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് മൊഴി കൊടുക്കുന്ന ആൾക്കാരുടെ സമ്മതം വാങ്ങി അവരെ കൂടി കൊണ്ട് ഇത് വായിച്ച് കേൾപ്പിച്ച് ഒപ്പിടിയിച്ച ശേഷമായിരിക്കും അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഹർജിയുമായി പോയ രഞ്ജിനി അടക്കമുള്ളവർ മൊഴി കൊടുത്തവരെ കൊണ്ടെല്ലാം ഇതുപോലെ ഒപ്പിടിയിച്ച് വാങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ അവസാന നിമിഷം ഇത് ഏതോ ഒരു പ്രേരണയാൽ ഇത് ചെയ്തു എന്ന് വേണമോ നമുക്ക് കരുതാൻ? തീർച്ചയായിട്ടും മോത്തി, കാരണം രഞ്ജിനി തന്നെ അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മൊഴി ഒപ്പിട്ട് അത് പുറത്തു വരില്ല എന്നുള്ള ഉറപ്പ് വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് എന്ന് അവർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ തന്നെ ഉണ്ട്. പിന്നീട് അതിനെ അവർ ന്യായീകരിക്കുന്നത് അങ്ങനെ ഉറപ്പ് വാങ്ങിച്ചിട്ടും അതിനകത്ത് എന്തെങ്കിലും പ്രൈവസി ലംഘനം ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് കോടതിയെ സമീപിച്ചതെന്നാണ്. 4 വർഷമായിട്ട് ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കലുണ്ട്. ശരിക്കും പറഞ്ഞാൽ രഞ്ജിനിയെ പോലെയുള്ള ഹർജിക്കാർ ഹർജി സമർപ്പിക്കേണ്ടിയിരുന്ന സമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്ന ആ ഘട്ടത്തിലായിരുന്നു. കാരണം അപ്പോഴാണല്ലോ സർക്കാരിന് എന്ത് വേണമെങ്കിലും ഈ റിപ്പോർട്ടിൽ നടപടിയെടുക്കാം എന്നുള്ളൊരു ഘട്ടമുള്ളത്. സർക്കാരിന് വേണമെങ്കിൽ നിയമസഭയിൽ വെക്കാം, അതല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാം, അതിൽ അനന്തര നടപടികൾ സ്വീകരിക്കാം. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ പോകേണ്ടിയിരുന്നു. പക്ഷേ ഈ 4 കൊല്ലവും സൈലൻ്റായിട്ടാണ് ഈ ഹർജിക്കാരെല്ലാം ഇരുന്നത്. അവർക്കാർക്കും ആ സർക്കാരിൻ്റെ അലമാരയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് ഇരിക്കുന്ന കാലത്തോളം ഒരു പ്രതിസന്ധിയുമില്ലായിരുന്നു, ഒരു ആശങ്കയുമില്ലായിരുന്നു. കാരണം അതവിടെ സുരക്ഷിതമായിരുന്നു എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ആ റിപ്പോർട്ട് ലഭിക്കില്ല എന്ന് അറിയുന്നു. അതിനുശേഷമാണ് അതിൻ്റെ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടികളുമായിട്ട് മാധ്യമപ്രവർത്തകർ വിവരാവകാശ കമ്മീഷണറെ വരെ കാണുന്നത്. ഒടുവിൽ ആ അപ്പീൽ ഫലം കണ്ടു. വിവരാവകാശ കമ്മീഷണർ ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഉത്തരവിലേക്ക് പോയി. അപ്പോഴാണ് ഈ 4 വർഷവും ഇല്ലാത്ത ഒരാശങ്ക ഉടലെടുത്തത്. പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കി. ഇന്ന ദിവസം നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. ആ ഡേറ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായി ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് ഒരു ഹർജി വരുന്നത്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശം അതിലില്ലേ ഉണ്ടാകണം. അതല്ലെങ്കിൽ ഇത്രയും കാലം മിണ്ടാതിരുന്ന ഒരു ഹർജിക്കാരൻ ഇപ്പോൾ എങ്ങനെയാണ് വന്നത്? ഈ റിപ്പോർട്ടിലെ സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിലുമൊക്കെ വ്യക്തമായിട്ടും എന്തിനാണ് ആ ഭാഗത്ത് പോലും ഭയപ്പെട്ടുകൊണ്ട് അത് പുറത്തുവിടരുതെന്നും പറഞ്ഞൊരു ഹർജി വന്നത്? ആ ഹർജിയെ മറികടന്നു മാധ്യമപ്രവർത്തകർ. ആ ഹർജി കോടതി തള്ളി. വീണ്ടും സർക്കാർ ഇത് പുറത്തുവിടാനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, വിവരം കൈമാറുന്നു, അതിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങാൻ നിങ്ങൾ ഇന്ന സമയത്ത് വരണം എന്നുള്ളൊരു നിർദ്ദേശം മാധ്യമപ്രവർത്തകർ ലഭിക്കുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് വീണ്ടും ഒരു ഹർജി വരുന്നു. ഇതിലെ മൊഴി കാണണം എന്ന് പറഞ്ഞിട്ട് മൊഴി നൽകിയ ഒരു കലാകാരി വരികയാണ്. അപ്പോൾ ആ ഹർജിക്കും ഒരു ദുരുദ്ദേശമില്ലേ? സംശയിക്കും, പൊതുസമൂഹം സംശയിക്കും. കാരണം ആ ഹർജി നൽകിയ ആൾ തന്നെ കഴിഞ്ഞ ദിവസം രഞ്ജിനി തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ്, അവരുടെ ഹർജിയുടെ ഉദ്ദേശം തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു. കാരണം അവർ അതിന് മുഖ്യമന്ത്രിക്കൊക്കെ നന്ദി പറയുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഹർജി തള്ളിക്കൊണ്ട് വന്ന അവരുടെ പ്രതികരണത്തിലും അവർ പറയുന്നത്, ഞങ്ങൾ സിംഗിൾ ബെഞ്ചിനെ ഉച്ചയ്ക്ക് ശേഷം കാണാൻ പോവുകയാണ്, സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ പോവുകയാണ്, അതും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുള്ളതാണ് രഞ്ജിനിയുടെ നിലപാട്. ഇപ്പോൾ സർക്കാർ അതിന് മുമ്പ് തന്നെ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ. പക്ഷേ രഞ്ജിനിയുടെ ഇപ്പോഴത്തെ നിലപാട്, എൻ്റെ നിയമ നടപടികൾ മുഴുവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ. അപ്പോൾ ആ ഹർജിയുടെ ലക്ഷ്യം ഈ റിപ്പോർട്ട് വരരുത് എന്നത് തന്നെയാണെന്ന് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അനന്തകൃഷ്ണൻ, അതാണ് നമുക്ക് വ്യക്തമാവുന്നത്. എന്തുകൊണ്ട് ഈ അന്തിമ ഘട്ടത്തിൽ ഇതിനെതിരെ ഒരു ഹർജിയുമായി മുന്നോട്ട് പോയി, ഇത്രയും നാൾ എന്തുകൊണ്ട് ഒരു നടപടി എടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. ഇടവേള എടുക്കാൻ വേഗം തിരിച്ചു വരാം.